നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രസിഡന്റ് എല്ലാരും ഉണ്ടല്ലോ, വാ അകത്തേക്ക് ഇരിക്കാം. ബാലമാഷേ, ഞങ്ങൾ വന്നതേ തന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല. പിന്നെ എന്തിനാ വന്നെന്ന് പറ, കേക്കട്ടെ. എടാ, തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ തുടക്കം വല്ലതും ആണോ? അതേമ്മേ, അമിട്ടും ഡൈനാമിറ്റും എല്ലാം ഉണ്ട്. അയ്യോ, ഇതൊരു ജാതക്കുള്ള ആളുണ്ടല്ലോ. അളിയെ വിളിച്ചു വരുത്തിയതായിരിക്കും. എന്താ കുഴപ്പം വല്ലതും ഉണ്ടോ? ഏയ്, എനിക്കെന്തോ കുഴപ്പം. ഞാൻ കാഴ്ചക്കാരനായി നിന്നോളാം, കാര്യങ്ങൾ നടക്കട്ടെ. മാഷേ, താൻ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന എന്താ? താൻ ഏത് സ്കൂളിലാ പഠിച്ചത്? എടോ ശാന്തപ്പാ, താൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. ഓ, മാഷ് വലിയ ഗൗരവത്തിലാണല്ലോ. മാഷാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, അന്തസ് വേണോടോ, അന്തസ്. ഇന്നലത്തോടെ തന്റെ അന്തസ്സും അഭിമാനമല്ല കപ്പല് കയറി. ശാന്തപ്പ മാമൻ തീരി കൊളുത്തിയിട്ടുണ്ടല്ലോ, കത്തിയങ്ങ് കേറട്ടെ. മാഷിന്റെ മോന്റെ വിശേഷങ്ങൾ അറിഞ്ഞപ്പോ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് മാഷിനോട് പോയി ചോദിക്കൂന്നും പറഞ്ഞ് എന്നെ ഇവിടെ കൂട്ടിക്കൂട്ട് വന്നിട്ട് നിങ്ങളുടെയൊക്കെ വലുത്ത പഴം വച്ചേക്കാണ്. എടോ ശാന്തപ്പ, ഞങ്ങൾ തന്റെ വീട്ടിലേക്ക് വന്നോ? താനല്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? അത് പിന്നെ തന്റെ വീടും എന്റെ വീടും ഒന്നുപോലെ അല്ലേടോ. താനത് വിട്. ഇപ്പൊ നമ്മള് വന്നത് എന്തിനാണെന്ന് പറഞ്ഞ് അതിനൊരു തീരുമാനം ഉണ്ടാക്ക്. മാഷേ, ആയിരപ്പുറക്കാരെന്ന് പറഞ്ഞാൽ നാട്ടിൽ വിലയും നിലയുള്ള ഒരു കുടുംബമല്ലേ? മാഷിന്റെ അച്ഛൻ ഈ നാട്ടിലൊരു പ്രമാണിയല്ലേ? പക്ഷെ മാഷിന്റെ രണ്ടാമത്തെ മകൻ കാണിച്ചത് എന്താന്ന് കണ്ടില്ലേ? കാശിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ പയ്യന് മാഷിനോട് ചോദിച്ചാ പോരായിരുന്നോ? മാഷ് കൊടുക്കില്ലായിരുന്നോ? അതും വെറും 50,000 രൂപ. മാഷിന്റെ മോനെ നല്ല രീതിയിൽ വളർത്തലായിരുന്നു. അതെ അതെ. മതി നിർത്ത്. ഇത് പറയാനാണോ കരയാക്കാരെയും കൂട്ടി എഴുന്നള്ളിയത്? ഇത് മാത്രമല്ല, വേറെയും കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ശാന്തപ്പ, ഇവിടെ എല്ലാവരും അനുഭവിക്കുന്ന വേദനയും സങ്കടവും പോരാഞ്ഞ് ഇനി താനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ? എടാ വാലാട്ടി ഗോവിന്ദ, എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? വാപൊത്തി എന്ന് ഞാൻ പറയുന്നത് കേട്ടോണ്ട് നിന്നാ മതി. എടോ ശാന്തപ്പ, താനാണ് യോഗ്യതയെ കുറിച്ച് സംസാരിക്കുന്നത്. തന്റെ യോഗ്യതയെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞാല് നീ ഇവിടെ നിന്ന് നാറും. പോവാൻ നോക്ക എല്ലാരും. എന്നാ നമുക്ക് വാ. നിക്കേ പ്രസിഡന്റ്. മാഷേ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞുവിടാൻ നോക്കണ്ട. ഞങ്ങൾ ചോദിക്കുന്നതിന്റെ മറുപടി തന്നേ പറ്റൂ. രണ്ടിലൊന്ന് തീരുമാനിക്കാനാ ഞാനിപ്പോ ഇവിടെ വന്നത്. ഇത്തിരിയെങ്കിലും മനസാക്ഷി ഉണ്ടോ ശാന്തപ്പ മാമ? എന്റെ അനിയൻ ആകാശ് ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കുക. ആ അവസരം മുതലെടുത്ത് എന്റെ അച്ഛനെ അപമാനിക്കാൻ ശ്രമിക്കുകയാണോ? എല്ലാരോടും നുണ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. നീ എന്നോട് ന്യായം ചോദിക്കുന്നുണ്ടല്ലോ, ആ ന്യായം നിന്റെ അച്ഛനോട് ചോദിച്ചോ? നിന്റെ അച്ഛൻ ചെയ്തെന്ന് നിനക്കറിയാലോ. എന്റെ മരുമകൻ ബാവുക്കുട്ടനെ കള്ളക്കേസ് ഉണ്ടാക്കി പോലീസിന് പിടിച്ചു കൊടുത്തു. അവൻ കുറ്റവാളിയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇയാളുടെ മോനും കുറ്റവാളിയാ. കൈക്കൂലി വാങ്ങി പിടിയിലായ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ ചാനലുകാർ പൊങ്കാല ഇട്ടോണ്ടിരിക്കുക. അവനെ പോലെ ഒരുത്തന് എന്റെ മോളെ കെട്ടിച്ചു കൊടുത്തതിന് പകരം എന്റെ ബാബുക്കുട്ടന് കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്റെ മോളിങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ടി വരത്തില്ലായിരുന്നു. എന്റെ മോളെ ഓർത്ത് ഇന്നലെ രാത്രി മുഴുവൻ കരയായിരുന്നു ഞാൻ. ഒട്ടക്ക് എന്റെ വീണ് കിടക്കുന്നൊരു പെണ്ണിന്റെ അമ്മയായിട്ട് ചോദിക്കാ ഞാൻ. എന്റെ ആങ്ങളയുടെ മോൻ ബാബുക്കുട്ടൻ തന്നെയായിരുന്നു ആകാശിനേക്കാൾ യോഗ്യൻ. പാവങ്ങളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി പിഴിഞ്ഞു വാങ്ങുന്നത് കഴുത്തറക്കുന്നതിന് തുല്യമാവും. അതുപോലെ ഒരുത്തന്റെ കൂടെ എന്റെ മോളിനെ എങ്ങനെ ജീവിക്കും? നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുക, എനിക്ക് നീതി കിട്ടണം. കൈക്കൂലി കേസിൽപ്പെട്ട് അകത്ത് കിടക്കുന്നവന്റെ കൂടെ എന്റെ മോളിനി എങ്ങനെ ജീവിക്കും? നിങ്ങൾ പറ, ഞാൻ അവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് തെറ്റുണ്ടോ? പറ. ഒരു അച്ഛനായിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചതിൽ ന്യായമില്ലേ പ്രസിഡന്റ്?
ഇല്ലേ കനകം? ശാന്തപ്പന്റെ മോള് ഇവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അതെ അതെ. താൻ മോളെ വിളിച്ചോണ്ട് പോക്കോ. നിർത്ത്. ശാന്തപ്പം വിളിച്ചാ ചാരുമോള് വരുമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയിക്കോ. ഞാനോ ഇവിടെ ഉള്ളവരോ ആരും തടയാൻ പോകുന്നില്ല. ബാല, ഗോവിന്ദൻ മിണ്ടായിരിക്കെ. പോയി ചാരുമോളെ വിളിക്കേ.